الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم له معقبات من بين يديه ومن خلفه يحفظونه من أمر الله إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് എന്ന കൃത്യമായ ബോധത്തോടുകൂടി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുന്നു. ഏതൊരു വലിയ മനുഷ്യനായിരുന്നാലും അവനൊരു താങ്ങും തണലും അവന് പിന്തുണയും ഈ ദുനിയാവിൽ നിന്ന് ലഭിക്കണം എന്ന് ആഗ്രഹിക്കാറുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചത്. സമ്പത്ത് കൊണ്ടോ കൂട്ടുകാരെ കൊണ്ടോ നാട്ടുകാരെയോ കുടുംബങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം തടിമെടുപ്പ് കൊണ്ടോ ഒക്കെ ഒരു ബലം കിട്ടണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അത് ആഗ്രഹിക്കേണ്ടതാണ്, അത് നമുക്ക് ആവശ്യവുമാണ്. മനുഷ്യരാരും നിരാശ്രയരല്ല. എല്ലാ അള്ളാഹു മാത്രമാണ് ഗനിയ്യ്. അല്ലാഹു വൽ ഗനിയ്യുൽ ഹമീദ്. ആരിലേക്കും ആശ്രയമില്ലാത്തവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നമുക്കൊക്കെ ആരൊക്കെയോ നമ്മളെ കൈപിടിക്കാനും താങ്ങി നിർത്താനും പിന്തുണ നൽകാനും വേണം. ആ പിന്തുണ നൽകുന്ന ആ ശക്തികളുടെ കൂട്ടത്തിൽ ഏറ്റവും അങ്ങേ അറ്റത്തെ പിന്തുണ അള്ളാഹുവിൻ്റെതാണ് നമുക്ക് കിട്ടേണ്ടത്. അള്ളാഹു നമ്മളെ താങ്ങി നിർത്തിയിട്ട് വേണം മറ്റുള്ളവരുടെ ഏത് തരത്തിലുള്ള പിന്തുണയും നമുക്ക് ഉപകാരപ്പെടാൻ. നമുക്ക് ആളുണ്ട്, ശക്തിയുണ്ട്, സമ്പത്തുണ്ട്, അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളുണ്ട്. അതൊക്കെ പിന്തുണയാണെങ്കിൽ പോലും അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അതിൻ്റെ എല്ലാം മുകളിൽ സർവോപരി അള്ളാഹുവിൻ്റെ പിന്തുണ നമുക്ക് കിട്ടണം. അല്ലാഹുമ്മ അന ബിക വ മിൻക
അതാണ് നമ്മൾ നമസ്കാരത്തിൽ, രാത്രി നമസ്കാരത്തിൽ പ്രത്യേകിച്ചും ദുആഉൽ ഇഫ്തിതാഹിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പൊരുൾ. അല്ലാഹുമ്മ അന ബിക വമിൻക, അല്ലാഹുവേ നിന്നെ കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്, വമിൻക നിന്നിൽ നിന്ന് വേണം എനിക്ക് കാര്യങ്ങൾ കിട്ടിയിട്ട്. ഈ ഒരു ധാരണ മനുഷ്യനില്ലാതെ പോവുകയും എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ പഠിച്ചോനില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ രക്ഷപ്പെടാൻ എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ തന്ത്രം കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സ്വാധീനം കൊണ്ട് കഴിയും എന്ന ആ വിശ്വാസമാണ് മനുഷ്യനെ തകർത്തുന്നത്. അത് നമുക്കുണ്ടായിക്കൂടാ. എല്ലാവരും നമുക്ക് വേണമെങ്കിലും അള്ളാഹുവിൻ്റെ പിന്തുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന അതാണ് ഈമാനിന്റെ ഒരു ഭാഗം. അതാണ് ഈമാനാണത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. പഠിച്ചോനെ കൂടാതെ എനിക്ക് കഴിയില്ല. ആ ചിന്ത വിടുമ്പോൾ നമുക്ക് കാശ് വേണമെങ്കിൽ പഠിച്ചോനില്ലെങ്കിലും ഹറാമു ഹലാലും നോക്കിയില്ലെങ്കിലും എങ്ങനെയെങ്കിലും സമ്പാദിക്കാം. ജോലി ഇല്ലെങ്കിലും ജോലി എടുത്തിട്ടില്ലെങ്കിലും കട്ടും കവർന്നും കളവ് പറഞ്ഞും കൈക്കൂലി കൊണ്ടും എനിക്ക് സമ്പാദിച്ചിട്ട് എനിക്ക് സുഖമായി ജീവിക്കാം എന്നൊരു തോന്നൽ മനുഷ്യൻ. അതല്ല, എല്ലാ മനുഷ്യന്മാരും, എനിക്ക് ആര് മനുഷ്യന്മാരും ഇല്ലെങ്കിലും ഞാൻ ഒറ്റക്ക് മതി, ഞാനതിന് പോന്നവനാണ്, എൻ്റെ കഴിവും സമ്പത്തും തന്ത്രം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചൊന്നും ജീവിച്ചിട്ടില്ലെങ്കിലും എന്നെ സഹായിക്കാനും എന്നെ കൈപിടിക്കാനൊക്കെ മനുഷ്യന്മാരും ആളുകളുമുണ്ട്. പഠിച്ചവൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന ഒരു തോന്നൽ വരുമ്പോൾ അത് ഈമാനിന്റെ അടിസ്ഥാനപരമായ ആ തവക്കുലും ആ മുറാഖബത്ത് തവക്കുല് എന്ന തോന്നൽ വരുമ്പോൾ നമ്മൾ ധിക്കാരികളാകുന്നു, ധിക്കാരം ചെയ്യുന്നു. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശയിലേക്ക് പോകും. അതാണ് മനുഷ്യന് നിരാശ വരുന്നത്. അള്ളാഹുവിന്റെ ഖളാഉം ഖദറും അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഖളാഉ ഖദറിലുള്ള വിശ്വാസം മനുഷ്യന് പറ്റേ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും വളരുന്ന തലമുറയിൽ ഇതെല്ലാം തീരുമാനിക്കുന്നത് പടച്ചവനാണ് എന്ന് ആരും തന്നെ അങ്ങോട്ട് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാൽ, ഞാൻ കുറെ അധ്വാനിച്ച് നോക്കട്ടെ, എല്ലാം തീരുമാനിക്കുന്നത് പടച്ചവനാണല്ലോ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തും എന്ന ആ പ്രാർത്ഥനയും നമ്മൾ അധ്വാനവും കൂടിയാകുമ്പോൾ അള്ളാഹുവിന്റെ സഹായം കിട്ടും. അതല്ല, അള്ളയും ബില്ലിയൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ദീനും വേണ്ട, പടച്ചവനും വേണ്ട, ഖുർആനും വേണ്ട, നബിയും വേണ്ട, ഞാൻ എന്നെ കൊണ്ട് തന്നെ ആകുമെന്ന ആ ധാരണയോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് നമ്മുടെ ഒരു തലമുറയുടെ വളർച്ച. എനിക്കാരും വേണ്ട, ഞാൻ മതി, ഉമ്മയും വേണ്ട, ഉപ്പയും വേണ്ട, എൻ്റെ കുടുംബങ്ങൾ വേണ്ട, എനിക്ക് ഞാൻ, അല്ലെങ്കിൽ ഞാൻ, ഞങ്ങൾ എന്ന ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ നേടാതിരിക്കുമ്പോൾ നിരാശയിലേക്ക് വരുന്നു. അവസാനം അത് നാശത്തിലേക്കും ആക്രമണത്തിലേക്കും വരുന്നു. ആക്രമണങ്ങൾ ആക്രമിച്ച് അല്ലെങ്കിൽ അനധികൃതമായ കാര്യങ്ങളിലേക്ക് വരുന്നു. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് ധിക്കാരപരമായി ചെല്ലാനുള്ള മനുഷ്യന്റെ വിചാരം കൂടി വരുന്നു. ഇതൊക്കെ പടച്ചോനാണ് നിയന്ത്രിക്കുന്നത് എന്നൊരവസ്ഥ നമ്മൾ കൈവിട്ടു പോയാൽ, അപ്പൊ ആ ഒരു പിന്തുണ പടച്ചോന്റെ പിന്തുണ തന്നെയാണ് വേണ്ടത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാ പരമാധികാരവും ഈ ഭൂമിക്ക് കീഴെ അള്ളാഹുവിൻ്റെതാണ് എന്നാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൽപ്പന കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഈ ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ നിന്ന് എവിടേക്കെങ്കിലും പോയിക്കോളെ, എന്നാ കുഴപ്പമില്ല. അധ്യാപകർ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് ഈ സ്കൂളിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിലോ നിങ്ങൾ വേറെ ഏതൊരു സ്കൂൾ പോയി ചേർന്നു, ഇവിടെ പറ്റില്ല പറയില്ലേ. ഒരു മേധാവി ഓഫീസിൽ പറയും, ഈ നിയമങ്ങളും ഈ സമയവും പാലിക്കാൻ കഴിയില്ലെങ്കിൽ വേറെ എവിടെയും പോയി ജോലി ചെയ്തോളി, നമുക്ക് പറ്റൂല. അതിനല്ലേ വാപ്പിയും പറയാം, ഞാൻ പറഞ്ഞ രൂപത്തിൽ ഇവിടെ നിനക്ക് നിൽക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോ, ഈ വീട്ടിൽ ജീവിക്കണ്ട. പഠിച്ചോന്നതാ പറയുന്നത്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസ്,
ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർളി ഫൻഫുദൂ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് ഭൂമിക്ക് മുകളിൽ നിന്ന് എവിടേക്കെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോളി. എന്നാ പിന്നെ അള്ളാഹിനെ പേടിക്കണ്ടല്ലോ. അള്ളാഹിനെ പേടിച്ച് അള്ളണ്ട്, അള്ള കോപ്പിക്കും, അള്ളാഹിന്റെ ശിക്ഷ വരും, നരകം കിട്ടും, വിചാരണ ഉണ്ടാവും പേടിക്കണ്ടല്ലോ. ഈ ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്നാണ് പോയിക്കോളി. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ. അത് നിങ്ങൾക്ക് കഴിയില്ല. അത് പടച്ചോൻ വിചാരിച്ചാലല്ലാതെ കഴിയില്ല. വമാ അൻതും ബിമുഅ്ജിസീന ഫിൽ അർളി. നിങ്ങൾക്ക് അള്ളാഹുവിനെ അശക്തരാക്കാൻ, അള്ളാഹുവിനെ കഴിവ് കെട്ടവരാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അള്ളാഹുവാണ് അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ. അപ്പൊ ആ പരമാധികാരിയായ അള്ളാഹുവിന് കീഴ്പ്പെടലാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പിന്തുണ. അൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ. നിങ്ങളാണോ വലിയ സൃഷ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കാണോ എല്ലാം ചെയ്യാൻ കഴിയുക, സൃഷ്ടിക്കാൻ കഴിയുക, ഉണ്ടാക്കാൻ കഴിയുക? അതല്ല. അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനാണോ അത് കഴിയുക? അള്ളാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചത്. അതിനേക്കാളും വലിയത് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്താ കഴിയുന്നു? എന്നിങ്ങനെയൊക്കെയുള്ള അള്ളാഹു തആല പലപ്പോഴും മനുഷ്യനെ അള്ളാഹുവിന്റെ പരമാധികാരം അറിയിക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പിന്തുണ ആഗ്രഹിക്കുന്ന നിങ്ങൾ അള്ളാഹുവിന്റെ പിന്തുണയും കൂടി ആഗ്രഹിക്കാതെ രക്ഷയില്ല എന്ന് പഠിപ്പിക്കാനാണ്. വിശ്വാസികളായ ആളുകൾക്ക് 13 കൊല്ലം മക്ക ജീവിതത്തിൽ അവർ കഷ്ടപ്പാട് സഹിച്ചിട്ട് നിന്നു. ആക്രമിക്കുമ്പോൾ ആരോടാ പറയാ? ആരാ ആക്രമിക്കാന്? തടുക്കാൻ ആരാ? അവർക്ക് കഴിവില്ല. അവർക്ക് ഖുറൈശികളുമായി ഏറ്റുമുട്ടാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് സഹിച്ചും ക്ഷമിച്ചും പുറത്തും ഒളിച്ചും പാർത്തും ജീവിച്ചു 13 കൊല്ലം. അങ്ങനെ മുസ്ലിങ്ങളായി ജീവിച്ചിട്ടാണ് പിന്നീട് മദീനത്തെത്തുന്നത് ഒരു 13 കൊല്ലത്തിന്റെ ശേഷം. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, ഇനി നിങ്ങൾ സഹിക്കണ്ട. ഇനി നിങ്ങൾ ഏറ്റുമുട്ടേണ്ടവെങ്കിൽ ഏറ്റുമുട്ടേണ്ടി വരും ശത്രുക്കളേറ്റ്. കാരണം നിങ്ങൾക്ക് ശക്തിയായിട്ടുണ്ട്. നിങ്ങൾക്കൊരു നാട് ഞാൻ സ്വന്തമാക്കി തന്നിട്ടുണ്ട്. മദീന നിങ്ങളുടെ രാജ്യമായി മാറിയിരിക്കുന്നു. ആരെയും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അവിടെ അൻസാറുകളായ ആ നാട്ടുകാരെ നിങ്ങളെ സഹായിക്കാനുണ്ട്. നിങ്ങൾക്ക് ശക്തി നൽകി. ഇനി നിങ്ങൾ യുദ്ധം ചെയ്യണം. അല്ലാതെ അക്രമികളായ ആളുകളെ അക്രമം സഹിച്ചുകൊണ്ട് എന്നും നോക്കി നിൽക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്രമിക്കാൻ വന്നവരോട് യുദ്ധം ചെയ്യാനാണ് ഇസ്ലാമിന്റെ കൽപ്പന. ആരെയും വെറുതെ യുദ്ധം ചെയ്ത് മുസ്ലിം ആയിട്ടില്ലെങ്കിൽ അല്ലെ ഞാൻ കൊല്ലുന്ന് പറയാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടില്ല. ഒരു കാലത്തും കൽപ്പിച്ചിട്ടില്ല. നേരെ മറിച്ച് സ്വാതന്ത്ര്യവും ജീവിക്കാൻ അനുവദിക്കുകയില്ലെങ്കിൽ ആ അനുവദിക്കാത്ത അതിന് അവരോട് ഏറ്റുമുട്ടാൻ കഴിയുമെങ്കിൽ ഏറ്റുമുട്ടിക്കൊള്ളുക എന്ന്. കഴിവുണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ അതും വേണ്ട. നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹു ഇടപെട്ടുകൊള്ളുന്ന പറഞ്ഞത്. നിങ്ങൾക്കൊരു ആ സമൂഹവുമായി ഏറ്റുമുട്ടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ കഴിയാതെ ക്ഷമിച്ചിരുന്നു കൊള്ളുക. ബാക്കി പഠിച്ചോ നോക്കിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റുമുട്ടണം. കുത്തിബ അലൈക്കുമുൽ ഖിതാൽ, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കി എന്ന് പറഞ്ഞ ആയത്തിറങ്ങുന്നത് ഇപ്പോഴാണ്. കഴിവുണ്ട്, ഏറ്റുമുട്ടാനുള്ള ആൾബലമുണ്ട്, എന്നിട്ടും ഇനി സഹിക്കണ്ട, നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാണ്. അപ്പൊ അവർക്കൊക്കെ പ്രയാസം. 13 കൊല്ലം സുഖമായി ജീവിച്ചതാണല്ലോ. ഇനി ഏറ്റുമുട്ടുമ്പോ എന്തൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുക? മുറിവുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, മരണമുണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ ഇറങ്ങുന്ന ഒരു ആയത്താണ് കുത്തിബ അലൈക്കുമുൽ ഖിതാൽ വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു അൻതും ലാ തഅലമൂൻ. ഒരു പൊതു തത്വം അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്തോളി, യുദ്ധം ചെയ്തോളി. അല്ലാഹു പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊതു തത്വം നിങ്ങൾ മനസ്സിലാക്കണം. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് സമയമില്ല, നിങ്ങൾക്കതിന് സൗകര്യമില്ല, അല്ലെങ്കിൽ സാമ്പത്തികമായ നഷ്ടമാണ്, അല്ലെങ്കിൽ നാട്ടിൽ അതൊരു മോശമാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ഇങ്ങനെ ജീവിക്കൽ ഒരു മോശപ്പെട്ട പണിയാണ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹു കൽപ്പിച്ചതെങ്കിലും വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾക്കറിയില്ല അത് ഖൈറായി വരും. മനുഷ്യനോടാ പറയുന്നത്. മനുഷ്യനല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അള്ളാഹുവാണ്.
അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അത് ജീവിതത്തിൽ, നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ഇടപാടുകളിൽ, സത്യസന്ധമായ ജീവിതത്തിൽ, നമ്മുടെ ഏത് കാര്യത്തിലും അള്ളാഹിന്റെ തീരുമാനം നടപ്പാക്കലാണ് നിങ്ങൾക്ക് ഖൈറ്. നിങ്ങൾക്കത് ഇഷ്ടമില്ലെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ചെയ്യല്, അതാ നല്ലത്, അവരെ കൂടെ പോലാണ്, ആ രൂപത്തിൽ ജീവിക്കലാണ്, ഇങ്ങനെ പറയലാണ്, ഇങ്ങനെ ചെയ്യലാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചിലതുണ്ട്, അത് നിങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടം മാത്രമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ശർറുലക്കും, ആത്യന്തികമായി നിങ്ങൾക്കത് നാശമായിരിക്കും. അള്ളാഹു മനുഷ്യന് നൽകുന്ന ഒരു തത്വതാണ്. അള്ളാഹു എന്താണോ ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ ഇഷ്ടപ്പെടുക, അതിനെതിരാവരുത്. അള്ളാഹു നിങ്ങൾക്ക് എന്താണോ വെറുത്തത് അത് നിങ്ങൾ വെറുക്കുക. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹുവിനാണ് കാര്യങ്ങൾ അറിയുക, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് ഈ വചനത്തിൽ കൂടി അള്ളാഹു തആല പഠിപ്പിച്ചത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെയൊക്കെ കഴിവിന്റെ പരിമിതികൾ നബി ഒരിക്കൽ ഞങ്ങൾക്ക് ഇടക്കിടക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറത കമാ യുഅല്ലിമുന അസ്സൂറത ഫിൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിക്കുന്ന പോലെ അള്ളാഹു ഖൈറാക്കിയ കാര്യം അതിനു വേണ്ടി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട്. ഇസ്തിഖാറത്ത് എന്ന് പറയുന്ന ഒരു നമസ്കാരമുണ്ട്. ഇസ്തിഖാറത്ത് നമസ്കാരം, അത് ഫർളായ നമസ്കാരമല്ല. നമുക്ക് ഫർദ് നിസ്കാരങ്ങൾ അറിയാം, അതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അറിയാം, മധ്യാഹ്ന സമയത്ത് ദുഹാ നമസ്കാരം ഉള്ളത് നമുക്കറിയാം, രാത്രി നമസ്കാരം അറിയാം, തറാവീഹ് നമസ്കാരം, മയ്യിത്ത് നമസ്കാരം, പല നമസ്കാരങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ സാധാരണ ആളുകൾക്ക് അറിയാത്ത അല്ലെങ്കിൽ അവഗണിക്കുന്ന ഒരു നമസ്കാരമാണ് ഇസ്തിഖാറത്ത്. ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ ഖൈറ് എന്താണോ അത് എനിക്ക് തോന്നിപ്പിച്ച് തരണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ഇസ്തിഖാറത്ത് ഇടക്കിടക്ക് നബി ഇങ്ങനെ ഞങ്ങളോട് ചെയ്യാൻ പറയും, നിസ്കരിക്കാൻ പറയും. സൂറത്ത്, ഖുർആനിലെ സൂറത്ത് പഠിപ്പിക്കേണ്ട മാതിരി ഇസ്തിഖാറത്ത് പഠിപ്പിക്കുന്ന. എന്താ കാരണം? അവിടെ ജാഹിലിയ കാലത്ത് ജീവിച്ചവരാണ്. ഖൈറും ഷെറും അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാടുണ്ട്. എപ്പോഴും ഷെറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് പ്രശ്നം. എത്രയോ തോന്നിവാസികളായി ജീവിച്ചവരാണ് അവർ. മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് ബദറിൽ മരിച്ച, ബദറിൽ മരിച്ചിട്ടില്ല, ബദറിലും ഓഹിദിലും ഒക്കെ പങ്കെടുത്ത ഒരു സഹാബിയാണ്. പിന്നെ മറ്റൊരു യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാവുന്നത്. അത്ര നല്ല സഹാബിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് എന്നും സംഘർഷമായിരുന്നു. കാരണം ജാഹിലിയ കാലത്ത് ഒരുപാട് തോന്നിവാസം ചെയ്തു. അദ്ദേഹം സ്ഥിരമായിട്ട് തോന്നിവാസത്തിന് പങ്കാളിയാക്കിയിരുന്ന ഒരു സ്ത്രീ, ഇനാഖ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ ഇടക്കിടക്ക് വിളിക്കും, പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങണം, നീ മുഹമ്മദിന്റെ കൂടെ ദീന് കൂടിയപ്പോ എനിക്ക് എന്റെ ജീവിതത്തിലൊക്കെ ആകെ മോശമായി, നിന്റെ ജീവിതത്തിലെ സുഖം പോയി, നീ ആകെ എങ്ങനെയാണ്, അതുകൊണ്ട് എന്റെ കൂടെ വാ, നമുക്ക് കൂടെ ജീവിക്കാം, നമ്മൾ ആ പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങണം. ഇതൊക്കെ മർസദ് ബിൻ അബി മർസദിന് ഭയങ്കരമായ മാനസിക സംഘർഷം ഉണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർസദിനോട് പറഞ്ഞു, മർസദ് നീ സൂക്ഷിക്കണം, ഈ ലോകത്ത് നിന്നെ സന്തോഷിപ്പിക്കുന്ന, നിന്നെ ആഗ്രഹിപ്പിക്കുന്ന, കൊതിപ്പിക്കുന്ന തിന്മകള് ധാരാളമായി നിന്നെ പിടിച്ചു വലിക്കും, ഉറച്ചു നിൽക്കണം, അതാണ് ഈമാൻ. അദ്ദേഹത്തിന്റെ പേരില് ഒരായത്ത് വരെ ഇറങ്ങി, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ. മർസദ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബി ഞാൻ എന്നാല് അനാഖിനെ വിവാഹം ചെയ്യട്ടെ? തോന്നിവാസമൊന്നും വേണ്ട, അനാഖുമായി ഞാൻ ഒരുപാട് ബന്ധമുണ്ട് ജാഹിലിയ കാലത്ത്, ഞാൻ ബന്ധം നിലനിർത്താൻ വേണ്ടി ഞാൻ മുസ്ലിം ആയതിനു ശേഷം ഞാൻ അവളെ വിവാഹം ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോ നബി പറഞ്ഞു, പാടില്ല, തോന്നിവാസിനിയാണ് അവൾ. അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ വസ്സാനിയത്തു ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്കുൻ വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ. അനക്കായാതി സാനിയത്തുകളൊന്നും വേണ്ട, നല്ല വിശുദ്ധകളായ സ്ത്രീകളെ വിവാഹം ചെയ്യണം. എന്താണ്? മനസ്സിൽ സംഘർഷമാണ്, തിന്മയിലേക്ക് പോകണോ നന്മയിലേക്ക് പോകണോ. അവിടെ അള്ളാഹു പറഞ്ഞിടത്തേക്ക് നിൽക്കണം എന്നതാണ് ഈമാൻ. അതിനെ ഇസ്തിഖാറത്ത് നബി അവരെ പഠിപ്പിച്ചിരുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്,
നബി ഞങ്ങളെ ഇസ്തിഖാറത്ത് പഠിപ്പിച്ചു. എന്താണ്? 2 റക്അത്ത് മിൻ ഗൈരിൽ ഫരീള, ഫർളല്ലാത്ത വേറൊരു 2 റക്അത്ത്, മറ്റു സുന്നത്തും ഒക്കെ ഉള്ള നിശ്ചയിക്കപ്പെട്ട സുന്നത്തുകളല്ലാത്ത മറ്റൊരു റക്അത്ത്. നബി എന്നെ പറഞ്ഞത്, നിങ്ങൾക്കൊരു സംഘർഷാവസ്ഥയുണ്ടായി മനസ്സിൽ, ചെയ്യണോ ചെയ്യണ്ടേ, പോകണോ പോകണ്ടേ, ഏത് വഴി സ്വീകരിക്കണം ഏത് വഴി സ്വീകരിക്കണ്ട, അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ, മുഅ്മിനാണെങ്കിൽ നിങ്ങൾ 2 റക്അത്ത് നമസ്കരിക്കണം. ഒളു എടുത്ത് 2 റക്അത്ത് നമസ്കരിക്കാം. എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പടച്ചവനെ ഞാൻ എന്നോട് അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ബിഇൽമിക, നിനക്കാണല്ലോ എന്നെ പറ്റി അറിയുന്നവൻ, ഖൈർ എന്താണ് എന്നുള്ളത് ഞാൻ നിന്നോട് ചോദിക്കാം. വഅസ്തഖദിറുക ബിഖുദ്റതിക, നീയാണോ കഴിവുള്ളവൻ, നിന്റെ കഴിവിന് എനിക്ക് നീ കഴിവ് തരാൻ വേണ്ടി ചോദിക്കുകയാണ്. പിന്നെ അസ്അലുക മിൻ ഫദ്ലിക്കൽ അദീം, നിന്റെ മഹത്തായ ഫദ്ലിൽ നിന്ന് പടച്ചവനെ ഞാൻ ചോദിക്കുന്നു. നീയാണ് കഴിവുള്ളവൻ, ഞാനല്ല. നീയാണ് അറിവുള്ളവൻ, ഞാനല്ല. നീയാണ് ഗൈബായ കാര്യങ്ങൾ അറിയുന്നവൻ. എനിക്ക് നല്ലതാണ് എൻ്റെ ജീവിതത്തിൽ, ഭാവിയിൽ നന്നാകും, ഇഹലോകത്ത് ഭാവിയിലും പരലോകത്തും എനിക്ക് രക്ഷപ്പെടും എന്ന് നിനക്കാണല്ലോ അറിയുന്നത്. ആ മാർഗം എനിക്ക് നീ തരണമേ. ഞാൻ ഈ വിചാരിച്ച കാര്യം എനിക്ക് ദുനിയാവിലും ആഖിറത്തിലും നല്ലതാണെങ്കിൽ ആ ഒരു നല്ലതിലേക്ക് എന്നെ നീ വഴി കാണിക്കുകയും അത് നിന്റെ മനസ്സിനെ ഇഷ്ടപ്പെടുത്തുകയും നീ അത് തോന്നിപ്പിക്കുകയും ചെയ്തു തരണമേ. അതല്ല, ഞാൻ ഈ വിചാരിക്കുന്ന എൻ്റെ ഈ കാര്യം എനിക്ക് ചീത്തയാണ്, ദുനിയാവിലും എനിക്ക് ഭാവി നാശമായിരിക്കും, എൻ്റെ ആഖിറും നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് അകറ്റി നീ ഇഷ്ടപ്പെടുന്ന മാർഗത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നൊരു പ്രാർത്ഥന, ദുആഉൽ ഇസ്തിഖാറത്ത് എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ട്. ഈ ആശയമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം 2 റക്അത്ത് നമസ്കരിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നബി പറയാണ്, അല്ലാഹു തആല ആത്മാർത്ഥമായിട്ടാണ് അവൻ പ്രാർത്ഥിച്ചതെങ്കിൽ തിന്മയും നന്മയും ഏത് കാര്യത്തിലും, നമ്മൾ എന്തിടപാടിലും എന്തു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശരിയും തെറ്റും ഹറാമും ഹലാലും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ജീവിച്ചാൽ, ഖുർആനുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഓതുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിച്ചാൽ തീർച്ചയായും അള്ളാഹു അവനെ ഖൈറിലേക്ക് നയിക്കും. അതാണ് സഹോദരങ്ങളെ നമ്മളെ ഊന്ന്, അതാണ് നമ്മളെ ചാരി നിൽക്കാനുള്ള ഊന്ന്, അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഈമാൻ. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന ഈമാൻ. അള്ളാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഈ ആയത്തുകളൊക്കെ, ഈ ഹദീസുകളെ, ഈ വിഷയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പറയുന്നുണ്ട്. മാ നദിമ മൻ ഇസ്തഖാറ ബിഖാലിഖിൽ മസ്തഖാറൽ ഖാലിഖ വസ്തശാവറൽ മഖ്ലൂഖീൻ. മനുഷ്യന്റെ മുമ്പിലുള്ള ഏതൊരു പ്രശ്നമാണെങ്കിലും ഖാലിഖായ അള്ളാഹുവിനോട് അതിലുള്ള ഖൈർ ഏതാണ് എന്ന് പ്രാർത്ഥിക്കുകയും ജീവിച്ചിരിക്കുന്ന തൻ്റെ മാതാപിതാക്കള്, കുടുംബങ്ങള്, സുഹൃത്തുക്കള്, തന്നോട് നസീഹത്ത്, ഗുണകാംക്ഷയുള്ളവരോട് എല്ലാം മുശാവറ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ, എനിക്ക് മതി, ഞാൻ തോന്നിയത് മാതിരി ഞാൻ ജീവിക്കും എന്നങ്ങനെ അല്ലാതെ മുതിർന്നവരോടും അറിവുള്ളവരോടും ഉത്തരവാദിത്തമുള്ളവരോടും മുശാവറ ചെയ്യുന്നതോടൊപ്പം മുശാവിറുഹും ഫിൽ അംർ, മുശാവറ ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിനോട് എപ്പോഴും ഖൈറ് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മാനദിമ, അവൻ ഒരിക്കലും ഖേദിക്കേണ്ടി വരില്ല. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളിൽ നിന്ന് ശൈഖുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തത്വമാണ്. മാനദിമ മനിസ്തഖാറൽ ഖാലിഖ വസ്തശാറൽ മഖ്ലൂഖ്. സഹോദരങ്ങളെ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരു താങ്ങ്, ഒരു ഊന്നുവടി വൃദ്ധനായാൽ, അല്ലെങ്കിൽ ഒരു ചുമര്, ബസ് കയറിയാൽ ഒരു തൂണ്, അല്ലെങ്കിൽ ഒരു ചുമരെങ്കിലും, ഒരു സീറ്റ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ, നമ്മൾ എവിടെയും ഒരു താങ്ങ് കിട്ടണം, ഒരു പിന്തുണ വേണം, ഒരാളെന്നെ പിന്തുണക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഇന്നൊക്കെ അതിന്റെ കാലമാണല്ലോ. വോട്ടിന് വേണ്ടി നടക്കുകയാണ് കൂടുതൽ ആളുകളും. ഞങ്ങളെ പിന്തുണക്കണം, ഞങ്ങളെ പിന്തുണക്കണം, എന്നെ പിന്തുണക്കണം. അതിനാണല്ലോ ഈ അധ്വാനങ്ങളൊക്കെ. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ആ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പിന്തുണ പടച്ച റബ്ബിന്റെ പിന്തുണയായിരിക്കണം.
അതിനുവേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിലേക്ക് കൂടിയാണ് നമ്മുടെ ഈ അപര രക്ഷയുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നന്മകൾ ചെയ്ത് ജീവിക്കാനുള്ള അറിവും തൗഫീഖും ബോധവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. അറിവില്ലായ്മയിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായി കിടക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ അള്ളാഹു തആല അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا أرحم الراحمين. റിലീഫ് ന്റെ ദിവസമാണ്. നിങ്ങൾ പാവപ്പെട്ട ആളുകൾക്കുള്ള സഹായം ബക്കറ്റിലോ പെട്ടിയിലോ നിക്ഷേപിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു.